ഞാൻ പറയണക്ക് അവിടെ ബാക്കി പറഞ്ഞു. അപ്പൊ ഇന്ന് ഞങ്ങള് വീണ്ടും ഒരു യാത്ര പോകാൻ റെഡി ആവുന്നത്. എല്ലാ തവണ യാത്ര ഫ്ലോപ്പാണ് ആവാറ്. ഇത്തവണ എന്താന്ന് ഒരു പ്ലാനില്ല. അപ്പൊ ലൂബി മരുന്ന് കുടിക്കണം. ആൾക്ക് ഭയങ്കര ചുമ. അപ്പൊ അവിടെ അല്ലൂപ്പിക്ക് മരുന്ന് കൊടുക്കണ്ട്. അമ്മതേ കാറില് സാധനങ്ങൾ കയറ്റുന്നുണ്ട്. അപ്പൊ ഞാനിവിടെ അതേ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഷോയ്ക്ക് ഇറക്കി നിൽക്കണം. അപ്പൊ ഇവിടെ കുറെ നേരം. അപ്പൊ രണ്ടാൾക്കാർ വരാനുണ്ട്. അപ്പൊ അതിന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്ത് ഞങ്ങള് നിക്കണം കുറെ നേരമായി. അപ്പൊ ഇപ്പൊ വരാന്ന് പറഞ്ഞ് നിക്കരുന്ന്. ദേ അല്ലൂപ്പി ഒന്ന് ചിരിച്ചേ. ആ മരുന്ന് കഴിച്ചിട്ട് തുടച്ചു കളി. അപ്പൊ ഞങ്ങളിന്ന് പോണത് എങ്ങടാന്ന് വെച്ചാല് പോണ വഴി കാണിച്ചു തരാം. സത്യം പറഞ്ഞ ഒരു പ്ലാനിങ് ഇല്ല. പോകുമ്പോ ബാക്കി കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങളിതേ മാഞ്ഞാല് എത്തി നിൽക്കാണ് ഗൈസ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ രണ്ടാൾക്കാരെ വെയിറ്റ് നിൽക്കാണ്. ആ രണ്ടാൾക്കാരാണ് ഇവര്. എന്റെ ബാക്കിലൊരാൾ. ഇവര് ഭയങ്കരമായിട്ട് ലേറ്റ് ആയി. എവിടെ പോകുമ്പോൾ ഞങ്ങളെ സാധാരണ ലേറ്റ് ആവാറ്. ഇന്നിപ്പോ ഇത്തവണ ഇവന്മാരാണ് ലേറ്റ് ആയത്. ശരിയാണ്. അപ്പൊ ചിന്നുതെ അവിടെ ബാക്കില് ഭയങ്കര ബിസി. അല്ലോടിട്ട് അമ്മ എന്തോ സംഭവം വാങ്ങിക്കാൻ മറ്റെന്തോ സാധനം വാങ്ങിക്കാൻ പോയേക്കണ്. അപ്പൊ ഇപ്പൊ വരും. എങ്ങടാ പോണെന്ന് വെച്ചാല് മലയാറ്റൂരാണ് ലാസ്റ്റ് പ്ലാൻ ചെയ്തേക്കണത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല എവിടെയോ പോണെന്നാണ് ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷെ ഇപ്പഴാണ് സ്ഥലം സെറ്റ് ആയത്. പോണ വഴി കാണിച്ചു തരാട്ടോ. ഇവന്മാരൊക്കെ ഭയങ്കര ഒച്ചപ്പാട്. ഹലോ. അപ്പൊ നമ്മള് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് എവിടെയാണ്? മഹാഗണിക്കാട് തോട്ടം. മഹാഗണി തോട്ടത്തിലേക്കാണ്. അപ്പൊ നമ്മള് പോണ റൂട്ടൊക്കെ കാണിച്ചത് നമ്മുടെ കൂടി ഇരിക്കുന്നത് ഇത് അബി, ശരത്ത്, പൊളി ശരത്ത്, നമ്മേട്ടാ കാണിച്ചു കൊടുക്കുക. ഹായ്. നമ്മളെല്ലാരും ഉണ്ട്. ഇനി നമ്മള് പോണ റൂട്ട് കാണിച്ചു. റൈഡർ കണ്ണ പിന്നെ കാണിക്കണോ? അപ്പതേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് റൈഡർ കണ്ണാപ്പി. ഇവിടെ അല്ലൂപ്പി കണ്ടിരിക്കണേ കേട്ടാ. നമ്മള് പോണ റൂട്ടിലേക്ക് ആന, പുലി സാധനങ്ങളോ എല്ലാം ഉണ്ടാവും. നമ്മളൊരു കനാലിന്റെ സൈഡിൽ വഴി ഇതല്ല. അതാണ് അവര് ഇതിലെ തിരിച്ചു. അതെ ശരിക്കുള്ള വഴി ഇതല്ല. അവിടെ എന്തോ ഒരു കനാൽ നടക്കണ നമ്മൾ റൂട്ട് മാറ്റി പിടിച്ചു പോവുകയാണ്. പക്ഷെ ഈ വഴി ഒരു മനുഷ്യനെ കാണാനൊന്ന് ചോദിക്കാനാ പറയാന്. ഇതാ നമ്മള് ആദ്യത്തെ സ്ഥലം എന്ന് പറയുന്നത് എവിടെയെന്നറിയോ? മഹാഗണിത്തോട്ടം കാണാൻ വേണ്ടിയാണ് പോണത്. അവിടെ അബിയും ശരത്തേട്ടനും കൂടി ടിക്കറ്റ് എടുക്കാൻ പോയിക്കാണ്. അപ്പൊ ഞങ്ങളിതാ ഇവിടെ വെയിറ്റ് ചെയ്ത് നിക്കാണ്. കാറൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങിട്ടാ ഇവിടെ. അങ്ങനെ ഇറങ്ങി അവിടെ അവര് വെയിറ്റ് ചെയ്യണ്ട്. ബാക്കിൽ ഇതേ ചിന്നു നടന്നു വന്നിട്ടുണ്ട്. നല്ല അറ്റ്മോസ്ഫിയർ ഉണ്ട് ഇവിടെ. നല്ല രസമൊക്കെ ഉണ്ട് കാണാനായിട്ട്. എന്നെ എടുക്കുന്ന ബാക്കിൽ കാണുന്നുണ്ട്. ഇവിടെ ബാക്കിയുള്ളവരെ അടിപ്പുണ്ട്. അവര് വന്നപ്പോ കുരങ്ങിനെ കാണാൻ നിക്കണേന്ന്. ഞാൻ കാണിച്ചാൽ കുരങ്ങിനെ കാണാൻ ആൾക്കാരാ. വന്നപ്പോ കൊരങ്ങേന്ന് പറഞ്ഞ നടക്കുന്നത് രണ്ടാൾക്കാർ. ഇത് അല്ലു ഹായ്. അല്ലു കുരങ്ങിനെ കണ്ടതിന് ഭയങ്കര ഇതിലാണ്. ഇവിടെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ കാടിന്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. അപ്പൊ അതിനിടയിൽ അവിടെ താഴെ ഒരു എന്താ പറയാ വലിയൊരു തേരട്ട. നമ്മുടെ ഇവിടെ കാണുന്ന പോലെ ഒരു ചുമന്ന തേരട്ടയല്ല, കറുത്ത തേരട്ട. ഈ കാട്ടിലൊക്കെ ഉണ്ടാവുന്ന തേരട്ടയില്ലേ? അപ്പൊ ആ തേരട്ടനെ കണ്ടിട്ട് എല്ലാവരും അങ്ങോട്ട് നോക്കിക്കായിരുന്നു. അതിനുശേഷം ഞങ്ങൾ അങ്ങോട്ട് ഉള്ളിലേക്ക് കുറേ നടക്കാനുണ്ട്. അപ്പൊ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിലാണ് ഒരു ഊഞ്ഞാല കണ്ടത് പോണ വഴി. അപ്പൊ ഊഞ്ഞാല കണ്ടപ്പോ ഊഞ്ഞാലാടണം എന്നൊരാഗ്രഹത്തിൽ ഊഞ്ഞാലമ്മ കയറിയിരുന്ന്. ഈ കാടിന്റെ ഉള്ളിൽ ഒരു ഊഞ്ഞാലാട്ടം നല്ലൊരു രസമായി തോന്നി എനിക്ക്. നല്ലൊരു ശാന്തമായ ഒരു പ്രദേശം. അങ്ങനെ ഒച്ചപ്പാട് ബഹളം ഒന്നുമില്ല. അപ്പൊ ശരത്തേനാണെങ്കിൽ വീഡിയോ എടുത്താൻ കേട്ടാ. ഞാൻ പറഞ്ഞു എനിക്ക് ഇനി വ്ലോഗിൽ ആഡ് ചെയ്യാനുള്ളതാണ്. അപ്പൊ ഒരു വീഡിയോ എടുത്താന്നേന്ന് പറഞ്ഞിട്ട് ആളെ കൊണ്ട് വീഡിയോ എടുപ്പിച്ച്. അങ്ങനെ നമ്മള് മഹാഗണി തോട്ടം കാണാനാണ് ഇങ്ങോട്ട് പോകുന്നത്. അങ്ങനെ തോട്ടത്തിന്റെ ഇടയിൽ കൂടെ നടന്ന് അടിപൊളി വെള്ളച്ചാട്ടത്തിന്റെ അടുത്തെത്തിയതേ. അതെ അവര് വെള്ളത്തിലേക്ക് ഇറങ്ങി വരണുള്ളൂ. ഇവിടെ അടിപൊളിയാണ്ടതേ. കുറച്ച് വെള്ളമുള്ളൂ കാണുന്നുണ്ടാവോ? ഇച്ചിരി കുളം വെള്ളമുള്ളൂ. വെള്ളം എറിയണ
അല്ലു സാധാരണ അല്ലുവിന് വെള്ളത്തിലിറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇന്നെന്തോ ഭയങ്കര പേടി പോലെ അല്ലുവിന്. അമ്മ ചെരുപ്പിട്ടിറങ്ങിക്കോ. അത് ബ്ലോഗിൽ കാണാൻ വേണ്ടി തന്നെയാണ്, വേറെ ഒന്നുമല്ല. പിന്നെ ഫോട്ടോ എടുക്കുന്ന ആൾക്കാരെ കാണോ ഗൈസ്? ഓ വല്ലാതെ ഗസായി പോയത്. അതെ, വെള്ളത്തിലാണ് ഭയങ്കര വെള്ളമാണ്. കണ്ട വെള്ളം കണ്ട് കാണണ്ടാവോ? അങ്ങനെ ഞങ്ങള് പുഴയിന്ന് കേറി ഇവിടെ ഇരിക്കാണ്. ശരത്തനോട് കാല് കഴുകാൻ പറഞ്ഞിട്ട് അയാൾക്ക് കാല് കഴുകണ്ടെന്ന്. വെള്ളം എന്തോ അലർജിയാന്ന് തോന്നുന്നുണ്ട്. ആ വെള്ളം കുടിച്ചാ മതി. അവ കാലൊക്കെ കഴുകി ഞങ്ങൾ ഇവിടെ കേറി. അച്ഛനെവിടെ? അച്ഛൻ അവിടെ പോയിരിപ്പുണ്ട്. ഞങ്ങൾ ഇരിപ്പുണ്ട്. അമ്മ കാല് വൃത്തിയാക്കി വെക്കണം. ഞങ്ങൾ കണ്ട വൃത്തിയുള്ള കാലുകൾ. എടാ കാലിട്ടാ ആണ് കാട്ടിന്ന് പതിയെ ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക ഗൈസ്. ഇവിടെ പുതിയ ഗാർഡ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാട്ടെ പുതിയ ഗാർഡിനാ. വന്നപ്പോ ആരാണ്ടായിരുന്നു. അപ്പൊ പുതിയ ഗാർഡ് കാണിച്ചു തരാം. കണ്ടോണെങ്കിൽ ഗാർഡ് പുതിയ ഗാർഡാണ്. അതെ, ഫോറസ്റ്റിലെ പേര് രഘു. മലയാറ്റൂര് ഡിവിഷനിലെ ഫോറസ്റ്റ്. അയ്യോ, മലയാറ്റൂർ ഡിവിഷനിലെ ഫോറസ്റ്റ് ഓഫീസറാണെന്ന്. എന്ത് ചെയ്യാൻ? ഞാൻ അടുത്ത ആള് അവിടെ എന്നെ കാണാം, ഇവിടെ എന്നെ കാണാം. ഇവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ. അതിനുശേഷം ഞങ്ങളത് ഫുഡ് കഴിക്കാൻ കയറി. നല്ല വിശപ്പായിരുന്നു, സമയം വൈകി. അപ്പം എല്ലാവരും കൂടി ആ ഫുഡ് കഴിക്കാനായിട്ട് ഉള്ളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയേക്കായിരുന്നു. ഫുഡ് കഴിച്ച് ഇറങ്ങി എല്ലാവരും ആവശ്യതയായി. പിന്നെ നോക്കണ്ട, ഫുഡ് കഴിച്ചിരിക്കാണ്. ഞാനൊക്കെ അങ്ങനെ ഇനി ഇപ്പൊ വിളിക്കല്ലേ. ഇനിയിപ്പൊ ഞങ്ങളെങ്ങടെ പോണേ? അന്ന് ഇവിടെ നോക്കി പറ. അതെ, ഇനിയിപ്പോ പോയിട്ട് ബാക്കിയുള്ള വെച്ചാൽ കാണിച്ചു തരാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. മലയാറ്റൂർ അടിവാരത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പൊ കാറൊക്കെ അവിടെ പാർക്ക് ചെയ്ത് അവിടെ ഒരു നല്ലൊരു തടാകമൊക്കെ ഉണ്ട്. നല്ല വെയിലും ഉണ്ട് കേട്ടോ. അപ്പൊ ആ തടാകത്തിന്റെ സൈഡിൽ കൂടെ അങ്ങോട്ട് നടന്ന് മുകളിലേക്ക് കുറച്ച് പോവാം എന്ന് പ്ലാൻ ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ മലയാറ്റൂര് പള്ളിയുടെ ഫ്രണ്ടിൽ ഏകദേശം ഞങ്ങൾ എത്തി നിൽക്കുകയാണ്. ഒരു ക്യാമറ ഇവിടെ റെഡി ആവുന്ന ഒരാൾ പോണൊക്കെ മുടിയൊക്കെ ചീകിച്ച് അമ്മയും ചിന്നും എല്ലാവരും നടന്നത് ബാക്കിൽ വരുന്നുണ്ട്. അച്ഛൻ്റെ ഫ്രണ്ടിലുണ്ട്, അല്ലു ഫ്രണ്ടിലുണ്ട്. എല്ലാരും ഇവിടെയൊക്കെ തന്നെ ഇങ്ങനെ നടക്കുന്നുണ്ട്. മലയാറ്റൂര് ഞങ്ങളിതാ മല കയറല്ല, റോഡ്. അതന്നെ, അടിവാരം. ഇത്ര നേരം നടക്കണില്ല. അതെ അതെ, നടക്കണില്ല എന്ന് പറഞ്ഞിട്ട് അമ്മതെ ബാക്കിൽ അച്ഛൻ ആദ്യമേ ഓടിക്കളഞ്ഞു തോന്നുന്നത്. അച്ഛൻ അവിടെ എത്തി. വീഡിയോയില് പറയാന്ന് വിചാരിച്ചിട്ട് അച്ഛൻ തിരിഞ്ഞു നോക്കണ്. എങ്ങനെയുണ്ട് ചിന്നു നടന്നിട്ട്? ഇത്ര നടന്നിട്ട് എങ്ങനെയുണ്ട്? സൂപ്പർ. ഞാൻ പോയിട്ടില്ല. റെഡിയാണോ ചോദിക്കണ്ട്. അങ്ങനെ മുകളിലെത്തി. ഞങ്ങൾ ആ മെഴുകുതിരി കത്തിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. മെഴുകുതിരി അവിടെ സൈഡിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാം. പോണ വഴി കുറേ മെഴുകുതിരി ആയിട്ട് കുറേ പേര് നിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അവിടെ എവിടെ നിന്ന് വേണമെങ്കിലും വാങ്ങിക്കാം. അപ്പോൾ ആ മെഴുകുതിരിയൊക്കെ വാങ്ങിച്ച് അവരെല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നേരെ മുകളിലേക്കാണ് നമ്മൾ മുകളിലെ പള്ളിയിലേക്ക് പോണ വഴി. പക്ഷേ ഏറ്റവും ടോപ്പിലേക്കൊന്നും നമ്മൾ പോയില്ല, താഴെ മെഴുകുതിരി എത്തിച്ചുള്ളൂ. യാത്ര ഏകദേശം അവസാനിച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി ഇടയ്ക്ക് വെച്ച് നിർത്തിയതായിരുന്നു. അമ്മയും ചിന്നു കാറിലുണ്ട്, അവർ ഇറങ്ങിയിട്ടുണ്ടായില്ല. അങ്ങനെ ബാക്കി എല്ലാവരും ഇറങ്ങി വെള്ളമൊക്കെ കുടിച്ചു. അങ്ങനെ അന്നത്തെ ട്രിപ്പ് കഴിഞ്ഞ് വീട്ടിലെത്തി. അതിനുശേഷം വൈൻഡിങ് അപ്പ് എടുക്കാൻ വിട്ടുപോയായിരുന്നു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വൈൻഡിങ് അപ്പ് എടുക്കണത്. അതും കാറിലിരുന്ന് എടുക്കണത്.
അപ്പൊ ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ, അതായത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ. അപ്പൊ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.